നമസ്കാരം. കേരള സർക്കാരിൻ്റെ 4ാമത് വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം ജില്ലാ പോലീസ് ഒരുക്കിയിരിക്കുന്ന ആയുധങ്ങളുടെ മറ്റനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ കോട്ടയം ജില്ലാ പോലീസ് ഒരുക്കിയിരിക്കുന്നത് ആയുധങ്ങളുടെ അതിനൂതനമായ ആയുധങ്ങളുടെ പ്രദർശനമാണ്. പണ്ടുകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന 303 റൈഫിൾ മുതൽ ഇന്ന് അത്യാധുനികമായ AK-47, താറ്, അതുപോലെയുള്ള വിവിധ തരങ്ങളിലുള്ള വെപ്പണുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ആമിനേഷനുകളും ഇതിൻ്റെ കൂടെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സമരക്കാർക്ക് നേരെയൊക്കെ ഉപയോഗിക്കുന്ന ടിയർ ഗ്യാസ് മുനീഷൻസുകൾ, ഗ്രനേഡുകൾ എന്നുവേണ്ട എല്ലാ ആയുധങ്ങളും ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. വൻ ജനപങ്കാളിത്തമാണ് ഇപ്പോൾ ഈ മേളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് നോക്കണമെന്നൊക്കെ എടുത്തു നോക്കണമെന്നൊക്കെ ആഗ്രഹം എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നോക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അത് ഉപയോഗിക്കണമെന്നൊക്കെ ഉണ്ട്. എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മളതിന് മറുപടി പറയാറുണ്ട്. സർവീസിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എല്ലാം സർവീസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളാണ്. മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ വെപ്പണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് പോലീസുകാർക്ക് ഓരോ വെപ്പണുകൾ വരുന്നതനുസരിച്ച് അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ട്രെയിനിങ്ങൾ കൊടുക്കും. അത് ഏതാ സമയങ്ങളിൽ കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഗ്രനേഡ് ടൈപ്പ് ടിയർ ഗ്യാസ് ആണ് വരുന്നത്. 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് നിൽക്കുന്നത് മോബ് എറിയുമ്പോൾ അത് സൗണ്ട് മാത്രമേ ഉള്ളൂ, പൊട്ടിത്തെറിക്കത്തില്ല, സൗണ്ട് മാത്രം വരും. രണ്ടാമത് ടിയർ ഗ്യാസ് ആണ്. ഗ്യാസ് വെളിയിൽ വന്നിട്ട് നമ്മുടെ കണ്ണെരിച്ചിലൊക്കെ വരും, അതാണ് സംഭവം. മൂന്നാമത്തത് അതിനകത്ത് നമ്മുടെ പൊട്ടിയിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു കെമിക്കലുണ്ട്, അത് നമ്മുടെ മേത്തൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലും ആൾക്കാർ തിരിച്ചറിയാമെന്ന് ഉദ്ദേശിക്കുന്ന സംഭവം. സമരത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ ടൈപ്പ്. ഇത് ആ സെയിം സാധനം തന്നെ ഷെല്ലാണ്, ടിയർ ഗ്യാസ് ഷെല്ല്. അത് ഉപയോഗിക്കണം എപ്പോഴാണ് ഈ 3 ടിയർ ഗ്യാസ് ലോഞ്ചർ എന്ന് പറയുന്നത്. ഇത് റിവോൾവറും നമ്മുടെ പിസ്റ്റൾ വരും. ഇതിനകത്ത് ബുള്ളറ്റ് ഉപയോഗിക്കും.